കൃഷ്ണ ചെറിയാൻ അരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും തത്സമയം ചേരുന്നു. കൃഷ്ണ, അവിടെ അരൂരിലും നല്ല പോരാട്ടം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വർത്തമാനങ്ങൾ? ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കേരള നിയമസഭയിലെ 102 നമ്പർ മണ്ഡലത്തിലാണ്. അരൂർ മണ്ഡലത്തിൽ നമുക്കറിയാം, അരൂർ മണ്ഡലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഇന്നൊരു വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യം ഉയരുമ്പോൾ 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഉയർത്തി KR ഗൗരിയെ പരോക്ഷമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി അതിനുശേഷം EK നായനാർ മുഖ്യമന്ത്രിയായ ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ വീണ്ടും സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അരൂരിലെ വനിതാ സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാന്റെ പ്രകടനത്തിനൊപ്പമാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഇത് KR ഗൗരിയുടെ മണ്ഡലമായിരുന്നു അരൂർ. അതിനുശേഷം AM ആരിഫ് ഈ മണ്ഡലം പിടിച്ചെടുത്തു. AM ആരിഫ് മണ്ഡലം പിടിച്ചെടുത്തത് 38,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ്. 2018 അത്. 2016 അതിനുശേഷം ഒരു അട്ടിമറി വിജയത്തിലൂടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഷാനിമോൾ ഉസ്മാൻ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നു. പിന്നീട് 2021 കോവിഡാനന്തരം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ ദലീമ ജോജോ, പുതുമുഖ താരമായ ദലീമ ജോജോ വിജയിച്ചു വരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങൾ ഇവിടെ ദലീമ ജോജോയുടേതായിരുന്നു. അപ്പോൾ ഒരു കലാകാരിയൊക്കെ ആയിരുന്ന ദലീമ ജോജോ പല കാര്യങ്ങളും ചെയ്തു. കേരളത്തിൽ തന്നെ ഒരു പാൻ കേരള ഡെവലപ്മെന്റ് എന്ന മോഡലിൽ പെരുമ്പളം പാലം SKN ഇവിടെ നിന്ന് ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലമുറകളോളം ഭൂലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറം ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു പാലം എന്ന നിലയിലാണ് ഈ പെരുമ്പളം പാലം അവർ ഉയർത്തിക്കാട്ടിയത്. അതേസമയം എതിർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റിയാണ് ഈ അരൂർ എന്ന് പറയുന്നത്. പക്ഷേ അരൂരിന് അർഹമായി യാതൊരു പ്രാതിനിധ്യവും ഇവിടെ ലഭിക്കുന്നില്ല എന്നാണ്. എന്തായാലും അരൂരിലുള്ള കുറെ ആൾക്കാർ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത തടസ്സവുമുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അരൂരിൽ എന്നത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ചേട്ടാ അരൂരെ വോട്ടറാണോ? എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ആര് ജയിക്കും? ഇവിടെ ഷാനിമോൾ ജയിക്കും. എന്നാണോ പറയുന്നത്? അതെ. അപ്പോ മോനെ ഇവിടെ വന്നേ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഷാനിമോളിനെ കാണാൻ വന്നാണോ? എന്താ നിങ്ങളുടെ പേര്? എന്തിനാ ഷാനിമോളെ കാണാൻ വന്നേ? ടാറ്റയൊക്കെ കൊടുക്കാൻ. തെരഞ്ഞെടുപ്പാന്നറിയാം, ഇലക്ഷൻ അറിയാവോ? ഓക്കെ. അപ്പൊ ടാറ്റ. ഓക്കെ. അപ്പൊ ചേട്ടാ ഇവിടെ എന്താ ഒരു UDF തരംഗമാണോ? പക്ഷെ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ കുറെ മാറ്റങ്ങൾ വരാൻ ദലീമ ജോജോ MLA കഴിഞ്ഞില്ലേ? അപ്പൊ ഈ പെരുമ്പളം പാലോ? ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ SKN നമുക്ക് നോക്കാം. എന്തായാലും ഇവിടുത്തെ MLA ആത്മവിശ്വാസത്തിലാണ്, എതിർ സ്ഥാനാർത്ഥി ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം തന്നെ ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ? ഇവിടുത്തെ അവസ്ഥ ഷാനിമോൾ ഉസ്മാൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാര്യം ഗൗരിയമ്മയുടെ നാടായിരുന്നത്. ഗൗരിയമ്മയുടെ നാടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുമായിരുന്നു. അത് കഴിഞ്ഞ് JSSലേക്ക് വന്നു. ഇപ്പം ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. ആ ഒരു ഗുണവും പിന്നെ ഇപ്പോൾ നിലവിലുള്ള MLAയുടെ ഒരു പോരായ്മയും, അതായത് വികസന പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ ഇവിടെ നടന്നിട്ടില്ല. പത്രങ്ങളിൽ കാണുന്ന പടത്തിൽ കാണുന്ന പശു പുല്ലില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ MLAക്ക് കുറേ വാഗ്ദാനങ്ങൾ നൽകാൻ മാത്രമേ പറ്റുള്ളൂ. ഇതുവരെ ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിയാനും ഈ കായൽ നവീകരിക്കാനും ഇതിനുള്ള 10 കോടി രൂപ അനുവദിച്ചിട്ട് ഈ കോടികളുടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആ തുക എന്ത് ചെയ്ത് എങ്ങനെ ഉപകരിച്ച് ഇതൊന്നും ഇവിടെ പ്രാബല്യത്തിലായി. ഭരണമാറ്റം വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും UDFന്റെ മുഖ്യമന്ത്രി? UDFന്റെ മുഖ്യമന്ത്രി അത് നമുക്ക് ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്നാലും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഹരിപ്പാട് മണ്ഡലത്തിൽ 1ാം നമ്പർ സ്റ്റേറ്റുകാരൻ രമേശ് ചെന്നിത്തല വന്നിറങ്ങും. ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, അങ്ങനെ പല മുതിർന്ന നേതാക്കന്മാർ ഒരുപാടുണ്ട്. K മുരളീധരനുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ്, ഞങ്ങളുടെ പാർട്ടിയിലെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത്. ചേട്ടാ എന്താ ഇവിടുത്തെ അവസ്ഥ? മാറി നിൽക്കുന്നത് എന്താ? ചേട്ടോ പോവല്ലേ ചേട്ടാ? പറഞ്ഞതല്ല ശിവു പറഞ്ഞതല്ല, ഒരേ ആൻസറേ ഉള്ളൂ. അപ്പൊ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാലും പ്രശ്നം ഒരുപാടുണ്ടല്ലോ. എന്തൊക്കെയാ പ്രശ്നം? LDFന്റെ ഭരണത്തിന്റെ ഒറ്റ പ്രശ്നമുള്ളതാണ് പറയുന്നത്.
അപ്പോൾ SKN അതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ BJPയുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ട്. അത് ഇവിടുത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്, അരൂരിൽ ജാഗ്രത വേണം. കാരണം BJPക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ മടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ട് കണക്കുകളിൽ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ജാഗ്രത നൽകിയൊരു മണ്ഡലമാണ്. നഗരവും തീരപ്രദേശവും ഒക്കെ ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ്. വ്യവസായങ്ങളുണ്ട്, ചെറുകിട വ്യാപാരമുണ്ട്, ചെമ്മീൻ തൊഴിലാളികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചെമ്മീൻ കെട്ടിലൊക്കെ പോയി കണ്ടതാണ്. 60-65 വയസ്സുള്ള അമ്മമാര് വെള്ളത്തിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെമ്മീൻ കിളുമ്പോൾ ഒരു ചെമ്മീൻ പാത്രത്തിൽ അവർക്ക് കിട്ടുന്നത് 39 രൂപയാണ്. ഒരു ദിവസം കിട്ടുന്നത് കേവലം 390 രൂപയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു. മറുവശത്ത് വലിയ വികസന കാര്യങ്ങളാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഇവിടെ വികസനം ലഭിക്കുമോ, വികസനം ജയിക്കുമോ, ചുവന്ന കൊടി പാറുമോ, അതോ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് പോലെ കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റി എന്ന നിലയിൽ ഈ അരൂർ ഉയർത്തപ്പെടുമോ, അതോ അഡ്വക്കേറ്റ് PS ജ്യോതിസ് BDJSന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുമോ, ഇതൊക്കെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓവർ ടു യു SKN ഫ്രം അരൂർ. ഓക്കെ, താങ്ക് യു. കൃഷ്ണ ചെറിയാനാണ് അരൂരിൽ നിന്നും ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.